Sir, can Trump ensure Israel that no October 7 will happen again by signing the peace? October 7 is ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഡേറ്റ് ഇതേപോലെ നടക്കുമെന്നല്ല. October 7 പോലെ ഒരു ആക്രമണം, ഇപ്പൊ രണ്ട് ആക്രമണം നടത്താൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു നേട്ടമാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ October 7 അല്ലെ October 5, October 6, 2023 എന്താണ് ഇസ്രായേലിന്റെ അവസ്ഥ? അപ്പുറവും ഇപ്പുറവും രണ്ട് ഡൈനാമിറ്റ്, രണ്ട് ബോംബുകൾ ഇങ്ങനെ പൊട്ടാനിരിക്കുന്നത്, ടിക്കിങ് ടൈം ബോംബായിട്ട് ഹമാസും ഹിസ്ബുള്ളയും അപ്പുറവും ഇപ്പുറവും നിൽക്കുക. ഇസ്രായേൽ അറിയുന്നില്ല. ഇസ്രായേൽ ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അങ്ങ് കഴിയാണ്. ആലസ്യത്തിൽ ആണ്ടുവെട്ട ഈ വിജയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ആലസ്യം കൊണ്ടുവരും, എതിരാളിയെ നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥ കൊണ്ടുവരും. ഇസ്രായേലിനെ പോലെ പോയിട്ട് ഒരു അതിനേക്കാൾ താഴ്ന്ന ടെക്നോളജി ഉള്ള ഒരു രാജ്യത്തിന് പോലും സംഭവിക്കാൻ പറ്റാത്ത പിഴവുകളാണ് ഇസ്രായേലിന് സംഭവിച്ചത്. അത് കോംപ്ലസൻസിയിൽ നിന്ന് വന്നതാണ്. ഇവരെ കാര്യമായിട്ട് ഇവർക്ക് ഇതിനൊന്നും കഴിയില്ല എന്നുള്ള ഒരു നിസ്സാരവൽക്കരണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ സംഭവിച്ചത് കൊണ്ട് ഭയങ്കര, ഇന്ന് തന്നെ നെതന്യാഹു പാർലമെന്റ് പറഞ്ഞ് നല്ല ഹെവി ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 2000 ഇസ്രയേലികൾ കുറഞ്ഞത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് 1200 പേരുടെ അന്നത്തെ, പിന്നെ അത് കഴിഞ്ഞ് പല രീതിയിലുള്ള ഷെല്ലിങ്ങും, പിന്നെ അവിടെ മിലിറ്ററി ആക്ഷനിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഈ പറയുന്ന കത്തിക്കുത്ത്, പൊട്ടിത്തെറി, സൂയിസൈഡ് ബോംബിങ്, ഇതെല്ലാം ആ ഒരു പീരീഡ് നോക്കുകയാണ്. ഈ 2 വർഷം 2000 പേര് കൊല്ലപ്പെട്ടു. പക്ഷെ അത് നന്നായി, കൊല്ലപ്പെട്ട നന്നായി എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് ഇങ്ങനെ ഒരു സംഗതി വന്നുകൊണ്ട് ഇസ്രായേലിന് എന്ത് ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ പറ്റി. ഹമാസ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് അവന്റെ സാധനം ഉള്ളത്, എവിടെ നിന്നൊക്കെയാണ് വരേണ്ടത്? സാധനം വരേണ്ടുന്ന എവിടെ നിന്നാണ്? ഹിസ്ബുള്ളക്ക് സാധനം വരുന്നത് ഇറാൻ വഴിയാണ്, സിറിയ വഴിയാണ്. സിറിയ എന്ത് ചെയ്യും? സിറിയ പോയി. ഇറാൻ എവിടെ പോയി? ഹമാസിന് സാധനം കൊടുത്തോണ്ടിരുന്നാരാ? 300 മില്യൺ 350 മില്യൺ ഒക്കെയാണ് വാർഷിക ബഡ്ജറ്റായിട്ട് ഇറാൻ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഹൂത്തി ഇത് അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയാം. ഹൂത്തി ഇന്ന് മിസൈലൊന്നും വിട്ടില്ലെന്ന് തോന്നുന്നു. ഹൂത്തിയൊക്കെ ഇതിനകത്ത് വന്ന് തലയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സ്റ്റർമിനേറ്ററി ആയിട്ടുള്ള ലാംഗ്വേജും, ഹൂത്തിക്ക് ഒരു കാര്യമില്ല ഇതിനകത്ത് ഇടപെടേണ്ട. പക്ഷെ ഇറാൻ ഇടപെട്ടു. ഇറാന് കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ ഇത്രയും പെയിൻ ഈ അടുത്തിടെ ഒരു രാജ്യത്തിനും കിട്ടിയിട്ടില്ല.